നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ദേവയാനിയും മുത്തശ്ശിയും കൂടെ അനിയുടെ അവന്തികയുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. ദേവയാനി പറഞ്ഞു, അനിക്ക് നന്നായിട്ട് ചേരുന്ന പെണ്ണ അവന്തിക. മുത്തശ്ശി പറഞ്ഞു, അതെ അതെ, ഇപ്പൊ അവളുടെ പഴയ സ്വഭാവം പോലൊന്നും അല്ല. അവളുടെ പഴയ സ്വഭാവം അവളങ്ങോട്ട് മറന്നതുപോലെയാ. അപ്പോഴേക്കുമാണ് നവിയെ അബിയും കൂടെ വരുന്നേ. അവരെ കണ്ടു കഴിഞ്ഞപ്പോ ദേവയാനി പറഞ്ഞു, ദേ വരുന്നുണ്ടല്ലോ, ഏട്ടനും നാത്തൂനും അവളുടെ വരുന്നുണ്ടല്ലോ, അവരോട് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ മുത്തശ്ശി പറഞ്ഞു, എടാ അബി, നിന്റെ പെങ്ങൾക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ഞങ്ങൾ അതങ്ങോട്ട് നടത്താൻ തീരുമാനിച്ചു. ആലോചനയോ? അതെ, കല്യാണാലോചന വന്നിട്ടുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോഴേക്കും നവയിച്ചു, അല്ല ചെക്കൻ ഏതാ മുത്തശ്ശി? ചെക്കനെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന, പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെടുമോന്ന് അറിയില്ല. പക്ഷെ പെണ്ണിന് ഇഷ്ടമാ, ഞങ്ങൾ അത് മാത്രമേ നോക്കിയുള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പൊ അധികം വൈകാതെ ഇത് എല്ലാം സെറ്റാക്കാനായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും അബി പറഞ്ഞു, അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ അവൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ വേറെ നോക്കാനില്ലല്ലോ, കല്യാണം നടത്താം മുത്തശ്ശി. നവി ചോദിച്ചു, എന്നാലും ചെക്കൻ ആരാന്നറിയത്തില്ലാതെ ചെക്കൻ എങ്ങനെയുള്ളവനാ? ദേവേനി പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും നോക്കുന്നില്ല. മുത്തശ്ശി പറഞ്ഞു, അവൾ ആ ബാൽക്കണിയിലുണ്ട്, അവളോട് തന്നെ പോയി ചോദിക്കബി, ആരാ എന്താ ഏതാന്നൊക്കെ. വാ നവ്യെ, നമുക്ക് പോയി ചോദിക്കാന്ന് പറഞ്ഞ് നവ്യയും കൂട്ടിക്കൊണ്ട് അബി അങ്ങോട്ട് പോയി. ദേവേന്റെ പറഞ്ഞ്, നവ്യക്ക് താല്പര്യം കാണത്തില്ല ഈ വിവാഹത്തിന് മിക്കവാറും. അതിന് അവളുടെ താല്പര്യം ആര് നോക്കുന്നു? ഇനിയിപ്പൊ താല്പര്യം ഉണ്ടേലും ഇല്ലേലും അവളുടെ താല്പര്യം ഉണ്ടേലും ഇല്ലേലും നമ്മൾ ഈ വിവാഹം നടത്തുക തന്നെ ചെയ്യും. നന്ദു നല്ല പെൺകുട്ടിയായിരുന്നു, പക്ഷെ എന്ത് പറയാനാ? ദേവേനെ പറഞ്ഞു, അത് ശരിയാ, നന്ദു അനിയും തമ്മിൽ നല്ല ചേർച്ചയായിരുന്നു. അതിന് നന്ദുവിന്റെ വീട്ടുകാരും ജാനകിയെ സമ്മതിക്കുമോ ബന്ധത്തിന്? പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേ. അത് ശരിയാ, അവർ രണ്ടുപേരും തമ്മിൽ ചേരുന്നായിരുന്നു. ഇനിയിപ്പോ കുഴപ്പമില്ല, അവന്തേക്ക് ഇഷ്ടമാണല്ലോ, അപ്പൊ ഈ വിവാഹം തന്നെ നടക്കട്ടെ. അങ്ങനെയൊക്കെ പറഞ്ഞ് രണ്ടുപേരും ആശ്വസിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോ അബി നബിയും കൂടെ അവന്തിയുടെ അടുത്തേക്ക് വരുവാ. അബി ചോദിച്ചു, ആരടി കല്യാണം ചെറുക്കാൻ? നിനക്ക് തകൃതിയായിട്ട് കല്യാണാലോചനകൾ നടക്കുവാന്ന് പറഞ്ഞല്ലോ, നിനക്ക് സമ്മതമാന്ന് പറഞ്ഞല്ലോ. അത് വേറെ ആരുമല്ല, അനിയേട്ടനാ. അവനോ? അല്ല, ആ കാര്യത്തെ കുറിച്ചൊക്കെ നീ എല്ലാവരും സംസാരിച്ചോ? പിന്നല്ലാതെ. നവ്യ ഒരു നിമിഷം അന്തം വിട്ട് നിൽക്കുവാണ്. അബി പറഞ്ഞു, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാ, ഈ കുടുംബത്തിൽ എല്ലാവർക്കും സമ്മതമാണെന്ന് നീ ചോദിച്ചോ? എല്ലാവർക്കും ഇഷ്ടോ അവിയേട്ടാ? എങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, നീ കഥ മണ്ഡപത്തിലേക്ക് കയറി ഇരുന്നാൽ മാത്രം മതി, കല്യാണമൊക്കെ അതിഗംഭീരമായിട്ട് അങ്ങോട്ട് നടക്കട്ടെ. അപ്പോഴേക്കും നവ്യയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. നവ്യ മനസ്സിൽ വിചാരിച്ചു, തന്റെ അനുജത്തി നന്ദു അവനെ മോഹിച്ചതാണെങ്കിൽ ഒരു കാരണവശാലും ഈ വിവാഹം നടന്നുകൂടാ, അവർ രണ്ടുപേരും തമ്മിലുള്ള വിവാഹമാണ് നടക്കേണ്ടത്. പെട്ടെന്ന് അവധി ചോദിച്ചു, എന്താ എടുത്തിന് മുഖം എന്താ വല്ലായിരിക്കണേ? ഒന്നുമില്ല. അല്ല, ഏടത്തിക്ക് എന്തോ എതിർപ്പുള്ള പോലെ ഈ കല്യാണത്തിന്. എതിർപ്പോ? എനിക്കോ? ഒരിക്കലും എതിർപ്പില്ല. നവ്യക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. നന്ദു അനിയും തമ്മിൽ ഒരിക്കലും ഒന്നാൻ പാടില്ല. അല്ലെങ്കിലും എന്റെ വീട്ടുകാരെന്നെ സമ്മതിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ഈ വിവാഹം നടക്കുന്ന എനിക്ക് ഏറ്റവും താല്പര്യം എന്നും പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും അബി പറഞ്ഞു, എടി വീട്ടിലുള്ള എല്ലാവരും സമ്മതിച്ചോന്ന്. ഇനിയിപ്പോ ഒരാളുടെ സമ്മതം കൂടെ മാത്രം മതി, അനിയേട്ടന്റെ. അതിന് അവന് അനിയേട്ടനും നന്ദുവും തമ്മിൽ ഇപ്പോഴും കാണുന്നുണ്ട്, അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഉറപ്പാണോന്നോ? ഇനി എങ്ങാനും ഇതിന് സമ്മതിക്കാതിരിക്കുമെന്നൊരു പേടി മാത്രമേ ഉള്ളൂ. അനിയേട്ടനും കൂടെ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓക്കെയാ. ഞാനും അനിയേട്ടനും തമ്മിലുള്ള വിവാഹം നടക്കും, അതും നടക്കണം. അതിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നത് എന്നൊക്കെ അവന്തിക പറഞ്ഞു. അബി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നടത്താൻ നോക്ക്. അബിക്ക് സന്തോഷമുള്ളൊരു കാര്യം വരുന്നത്. പിന്നീട് അനിയ ആദർശം നയനയും കൂടെ വീട്ടിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് പറഞ്ഞു, എടാ അവന്തിക ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അവളുടെ മനസ്സ് കളങ്കമില്ലാത്തതുകൊണ്ട് അവള് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു. നയന പറഞ്ഞു, അതെ, നിന്നെ അവൾക്ക് ഇഷ്ടമാന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത് കേട്ടപ്പോ അനി പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞോ? എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞോ? എടാ നീ അതിനെന്തിനാ ദേഷ്യപ്പെടുന്നേ? ആദർശേട്ടാ, അനാമികയെ വിവാഹം കഴിച്ചാൽ കേടെതിരായിട്ട് എനിക്ക് തീർന്നിട്ടില്ല. ഇനി വേറൊരു കുഴിച്ചോടെ എടുത്ത് തലേ വെക്കാൻ ഞാൻ ഒരുക്കുമല്ല. എടാ, അനാമികയെ നീ തന്നെ കണ്ടുപിടിച്ചതല്ലേ? നിന്റെ കവിതകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നത് നീ തന്നെയല്ലേ? പിന്നെ ഒടുക്കം ഞങ്ങൾ എന്ത് വിചാരിച്ചു, നിങ്ങൾ തമ്മിൽ പ്രണയം വന്ന് അതും കൊണ്ട് സംഭവിച്ചു പോയതല്ലേ? അതെന്തേലും ആയിക്കോട്ടെ, പക്ഷെ ഇനി അങ്ങനെ ഒരു ചതിക്കുഴിയിലേക്ക് വീഴാൻ ഞാൻ ഒരുക്കമല്ല. അവളെ വിവാഹം കഴിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ അവൾ എന്തൊരു അഹങ്കാരിയായ പെണ്ണായിരുന്നു നേരത്തെ, ഇപ്പോഴല്ലേ അവൾക്ക് മാറ്റങ്ങളൊക്കെ വന്നത്. എടാ, മുമ്പ് അവൾ അങ്ങനെയായിരുന്നു, സമ്മതിച്ചു. പക്ഷെ ഇപ്പൊ അവൾ അങ്ങനെയല്ലല്ലോ. അവൾ പാവം പിടിച്ചൊരു പെങ്കൊച്ച.
നിനക്ക് നന്നായിട്ട് ചേരും എന്ന് നയന പറഞ്ഞു. അപ്പോഴേക്കും അനു പറഞ്ഞു, അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്താടാ നിന്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു തന്നെയാണോ? ആദർശ് ദേഷ്യത്തോടെ ചോദിക്കുന്നേ. ആദർശേട്ടാ, എന്റെ മനസ്സിൽ നന്ദു ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഇവിടെ പ്രസക്തിയില്ല. ഞാൻ ചിലപ്പം അവളെ കാണും, ഇടയ്ക്ക് സംസാരിക്കും. അത് അവളുടെ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടാ. പിന്നെ എൻ്റെ 2 ഏടത്തിമാരുടെ അനുജത്തി ആയതുകൊണ്ടാ. അതിൽ നിങ്ങളിപ്പോൾ ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അതിന്റെ പേരിൽ അവധി എൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാനാ ശ്രമമെങ്കിൽ അത് നടക്കില്ല. എനിക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല. അത് എവിടെ വേണം ഞാൻ പറയും. എടാ, നന്ദുവായിട്ടുള്ള നിന്റെ വിവാഹത്തിന് ആരെങ്കിലും സമ്മതിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. നിന്റെ വീട്ടുകാർ സമ്മതിക്കുവോ? ഇല്ല. അതുകൊണ്ട് എന്താണെങ്കിലും അതങ്ങോട്ട് മാറ്റി വെച്ചാല്. തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. അത് ചേട്ടനും നയനടുത്ത് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ ബന്ധത്തിന് ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഉറപ്പിച്ച് പറഞ്ഞിട്ടാണ് അനി അങ്ങോട്ട് ഇറങ്ങിപ്പോന്നെ. ആ കാഴ്ച കണ്ടപ്പോൾ നയന പറഞ്ഞു, ഇനിയിപ്പോ അവന്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു തന്നെ ആയിരിക്കും ആദർശേട്ടാ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? അതൊക്കെ ഓർക്കുമ്പോൾ രണ്ടുപേർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവേനും അജയനും കൂടെ സംസാരിക്കുകയാണ്. അപ്പൊ അനിയുടെ കല്യാണക്കാരിയാണ് വിഷയം. ദേവേനി പറഞ്ഞു, അതെ, ഇനിയിപ്പം അവനും കൂടെ സമ്മതം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ നമുക്ക് കല്യാണം നടത്താം. അജയ, ഞാൻ നോക്കിയിട്ട് ഇതൊരു നല്ല കാര്യം തന്നെയാ. നവീനുമായിട്ടുള്ള ബന്ധം ഉഴപ്പി പോയി കഴിഞ്ഞപ്പോൾ മോൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ എന്താണെങ്കിലും അനിയെക്കുറിച്ചുള്ള ചിന്ത അവളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ട് അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടത്തില്ലേ? അപ്പോഴാണ് അനിയുടെ വരവ്. അനി വന്നു കഴിഞ്ഞപ്പോൾ അജയൻ പറഞ്ഞു, എടാ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. എന്താച്ചാ, കല്യാണക്കാര്യത്തെ കുറിച്ചാണോന്ന് ചോദിച്ചു. എടാ, അത് തന്നെയാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതിനുള്ള മറുപടി ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്, അവന്തിയേക്ക്. അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്നപ്പോൾ തന്നെ ഞാൻ അവളോട് പറഞ്ഞ ഈ ബന്ധം നടക്കില്ലെന്ന്. എടാ, നീ എന്ത് വർത്താനാ പറയണേ? അച്ഛാ, അച്ഛനൊരു കാര്യം വിചാരിക്കണം. ആദ്യം എൻ്റെ കല്യാണം കഴിഞ്ഞ അതിന്റെ തകർച്ചയിൽ നിന്ന് ഇപ്പോഴും ഞാൻ മുക്തനായിട്ടില്ല. അപ്പൊ പിന്നെ വേറൊരു വിവാഹം എനിക്ക് വേണ്ട. ആ സമയത്ത് അവന്തിയേയും കൂടെ അങ്ങോട്ട് വന്നു. അവന്തിയെ കേൾക്കും ഇതെല്ലാം. അജയൻ പറഞ്ഞു, നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയണേ? നിനക്ക് കല്യാണം ഇനി വേണ്ടെന്നോ? നിന്റെ ഡിവോഴ്സ് കഴിഞ്ഞുമ്പോൾ നിനക്കൊരു കുടുംബം വേണ്ടേ, ജീവിതം വേണ്ടേ? അച്ഛാ, ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ അതിനെക്കുറിച്ചും ചിന്തിക്കുന്ന പോലുമില്ല. എനിക്കിപ്പോ വിവാഹം വേണ്ട. പറഞ്ഞ കേട്ടല്ലോ, ഇനി എന്നെ ആരും ഇതിനെ നിർബന്ധിക്കാനും പോണ്ട. ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ എന്നെ നിർബന്ധിക്കരുത്. അല്ലെങ്കിൽ തന്നെ ഈ മൂർത്തി ജ്വല്ലറിയുടെ MD സ്ഥാനം ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നൊരു കസാരയല്ല. എന്നിട്ട് എല്ലാവരും കൂടെ കൂടി എന്നെ തള്ളി അതിനകത്തേക്ക് ഏറ്റിരുത്തി. നിങ്ങളെല്ലാവരും പറഞ്ഞ് ഞാൻ അനുസരിച്ചല്ലോ. പക്ഷെ ഇത് അങ്ങനെയല്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ അവളുടെ കഴുത്തിൽ താലി കടത്താൻ പോകുന്നില്ല. അതിന് മാറ്റം ഉണ്ടാകത്തില്ല. ഞാനിപ്പോഴും അവളെ കാണുന്നത് എങ്ങനെയാ, ഒരു പെങ്ങളുടെ സ്ഥാനത്താണ് കാണുന്നത്. അതിനപ്പുറത്തേക്കും ഞാനും അവളും തമ്മിൽ ഒരിക്കലും ഒരു ബന്ധം ഉണ്ടാകത്തില്ല. അതും പറഞ്ഞ് അനിത ദേഷ്യത്തോടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം അവന്തികയുടെ മുഖമൊക്കെ കരയുന്ന പോലെയായി. അപ്പോഴേക്കും അവന്തികയോട് ദേവേനി പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട. അവന് പെട്ടെന്ന് ആ കേട്ടതിന്റെ ഷോക്കില്ല. കുറച്ച് കഴിയുമ്പോഴത്തേനും അവനെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എടുത്തോളാം. അജയൻ പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യുക, അവനോട് പോയി എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുക. ഇനിയിപ്പം ഇതൊന്നും ഓർത്ത് മോള് ടെൻഷൻ അടിച്ചിരിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ അവന്തികയോട് പറഞ്ഞു. പിന്നീട് അവന്തിക അനിയുടെ അടുത്തേക്ക് പോവാണ്. പിന്നീട് അനിയുടെ അടുത്തേക്ക് അവന്തിക എന്നിട്ട് പറഞ്ഞു, അനിയേട്ടാ, അനിയേട്ടൻ എന്തിനാ എന്നെ വേണ്ടാന്ന് പറയണേ? അതിന് മാത്രം ഞാൻ അനിയേട്ടനോട് എന്ത് തെറ്റാ ചെയ്തേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പത്തിന് അനി പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ആദ്യം തന്നെ ഇതിനുള്ള മറുപടി. എനിക്ക് നിന്നെ ഒരിക്കലും അങ്ങനെ കാണാനായിട്ട് പറ്റില്ല. നിന്നെ ആ സ്ഥാനത്ത് ഞാൻ കാണുന്നില്ല. ഈ ബന്ധം നടക്കില്ല. പിന്നെ നീ എന്തിനാ എല്ലാവരോടും ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നേ? അനിയേട്ടൻ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? അനിയേട്ടന്റെ മനസ്സിൽ അവളാണോ ആ നന്ദു എന്ന് പറയുന്നവള്? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അതെ, നന്ദു എന്ന് പറയുന്നവൾ എന്റെ മനസ്സിലോട് നിന്നോട് ഞാൻ പറഞ്ഞോ? പിന്നല്ലാതെ ഞാൻ കണ്ടല്ലേ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നേ. എടി, എനിക്ക് രാകേഷും വിഘ്നേഷും ഒക്കെ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് നന്ദു. പിന്നെ അങ്ങനെയൊന്നും അല്ല, നിങ്ങൾ തമ്മിൽ ഒളിച്ചും പാത്തും കണ്ട് സംസാരിക്കാനുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പൊ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിരിക്കില്ല മനസ്സിലിരിപ്പ്. ദേ, എഴുതാപ്പുറം നീ വെറുതെ വായിച്ചേക്കരുത്. അറിയാലോ എന്റെ മനസ്സിലിരിപ്പ് എന്താന്ന് നിനക്ക് എങ്ങനെ അറിയാൻ കഴിയും? ഒരിക്കലും അറിയാൻ കഴിയില്ല. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിനൊരു മാറ്റം ഉണ്ടാകാനും പോകുന്നില്ല. നിന്നെ എനിക്ക് വേറെ രീതി കാണാനായിട്ട് പറ്റില്ല. ഇനിയിപ്പൊ ആരൊക്കെ പറഞ്ഞാലും ശരി, എന്തൊക്കെ സംഭവിച്ചാലും ശരി, നമ്മൾ തമ്മിലുള്ള ബന്ധം നടക്കത്തൊന്നുമില്ല. ഇത് കേട്ടോണ്ടാണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്. ജാനകി പറഞ്ഞു, എന്താടാ നീ പറയണേ? നടക്കില്ലാന്നോ? അത് നീ മാത്രം തീരുമാനിച്ചിട്ട് കാര്യമില്ല. ആ നന്ദു എന്ന് പറയുന്ന ആളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാനാണെങ്കിൽ അത് ഈ ജന്മത്തിൽ നടക്കില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്കോ അല്ലെങ്കിൽ ഇപ്പൊ ഈ വീട്ടിലുള്ളവർക്കോ നീയും നന്ദുവും തമ്മിൽ ഒന്നിക്കുന്ന ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതിന്റെ ഇടയ്ക്കിലേക്ക് നീ ആ കാര്യം പറഞ്ഞിട്ട് വന്നോണ്ടല്ലോ. അമ്മയോട് ഞാൻ പറഞ്ഞു നന്ദുവിനെ വിവാഹം കഴിക്കണമെന്ന്. അവളെ കൂട്ടിക്കൊണ്ടു വരണമെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ അമ്മ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും വിളിച്ചു പറയേണ്ടതില്ല. എടാ, നീ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ നിന്റെ മനസ്സിൽ ഇപ്പോഴും അവളാന്നുള്ള കാര്യം. അതിന് മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം.
അനി പറഞ്ഞു, അമ്മേ ഞാൻ ഇവളെ കാണുന്നത് എൻ്റെ ഒരു സഹോദരിയെ പോലെയാണ് കാണുന്നത്, അതിനൊരു മാറ്റവും ഇല്ല. അതുകൊണ്ട് ഇനിയിപ്പം നിങ്ങൾ ആരും ഈ കാര്യം പറഞ്ഞ് എന്നെ നിർബന്ധിച്ചേക്കരുത്. അതും പറഞ്ഞ് അനിയും കൂടി ദേഷ്യപ്പെട്ട് പോകുമ്പോൾ ജാനകി വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ നിന്റെ മുത്തശ്ശനും മുത്തശ്ശി അന്വേഷിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെന്നേക്കാൻ പറഞ്ഞു. എനിക്ക് മനസ്സിലായി എന്തിനാ ഇതന്നെ വിളിപ്പിക്കണേ എന്നുള്ള കാര്യം. ആ സമയം അവന്തിക വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അവന്തികയോട് ജാനകി പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, അവനിങ്ങനെ ഓരോന്ന് പറയും, സിസ്റ്ററാന്നും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട നീ. മോളുടെ അവന്റെ വിവാഹം ഞങ്ങൾ നടത്തി തരും, മോൾക്ക് ഇഷ്ടമെന്നല്ലേ പറഞ്ഞേ, ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. ഇനിയിപ്പം നന്ദുവായിട്ട് അവൾക്ക് അവൻ എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടെങ്കിൽ ഇതോടുകൂടി അത് തീർന്നത് തന്നെയാ, അത് നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. ഈ സമയത്ത് അനി മുത്തശ്ശനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ, അവന്തിക മോള് ഇപ്പൊ പഴയതുപോലെ ഒന്നുമല്ല, അവളുടെ സ്വഭാവം നല്ലതാ. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം നടത്താനാ തീരുമാനിച്ചിരിക്കുന്നത്, എൻഗേജ്മെന്റ് നടത്തണം, മോതിരം കൈമാറ്റം നടത്തി പിന്നെ ഡിവോഴ്സ് കിട്ടിയതിന് ശേഷം മാത്രം മതി കല്യാണം. മോതിര കൈമാറ്റം അത്യാവശ്യം ആൾക്കാരെ വിളിച്ച് മാത്രം ചെറിയ തോതിൽ നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നേ. അത് കേട്ടപ്പോൾ അനി പറഞ്ഞു, മുത്തശ്ശ ഈ ബന്ധം നടക്കില്ല എന്ന് പറഞ്ഞു. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ, എനിക്ക് താല്പര്യമില്ല ഈ ബന്ധത്തിന്. മുത്തശ്ശി ചോദിച്ചു, നിന്റെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദു തന്നെയാണോ? നിങ്ങൾ തമ്മിൽ കാണാറുണ്ടോ? അത് പിന്നെ മുത്തശ്ശി, ഞങ്ങൾ വല്ലപ്പോഴും കാണാറുണ്ട്, പിന്നെ കാണുമ്പോൾ പിന്നെ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. എൻ്റെ 2 ചേട്ടത്തിമാരുടെ അനിയത്തിയാണല്ലോ അത്, അപ്പൊ പിന്നെ അവളോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. മുത്തശ്ശൻ പറഞ്ഞ, അത് ശരിയാ, പരിചയക്കാരും സ്വന്തക്കാരും ആകുമ്പോൾ മുഖം തിരിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല, അതിനകത്ത് ഞങ്ങൾ കുറ്റം പറയുന്നില്ല. പക്ഷേ എങ്കില് അങ്ങനെ സംസാരിക്കേണ്ട സമയത്ത് പഴയതുപോലെ തന്നെ രണ്ടുപേരുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടായാലോ പ്രശ്നമുള്ളൂ. അത് അനി നിന്നോട് ഞാൻ പറഞ്ഞല്ലോ, നിന്റെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹമുള്ളപ്പം ഞാൻ അതിനെ എതിർക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കനകയും ഗോവിന്ദനെ കാണാൻ ചെന്നേ. അവിടെ ചെന്ന് അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അവിടെ 2 പെൺമക്കളെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടതാ, ഇനി 3-മതൊരാളെ കൊണ്ട് വിടാൻ താല്പര്യമില്ലെന്ന്. അപ്പൊ ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു, ഇനി ഒരു കാരണവശാലും അനി നന്ദുവിന്റെ പിന്നാലെ നടക്കില്ലെന്ന്. എനിക്ക് ആ വാക്ക് പാലിച്ചേ മതിയാവൂ. കാരണം നന്ദുവിനാണെങ്കിലും ആലോചനകളൊക്കെ വരുന്നുണ്ട്, നീ ആയിട്ട് അവളുടെ ആലോചനകളൊന്നും മുടക്കരുത്. അനി പറഞ്ഞു, മുത്തശ്ശ ഞാൻ ആരുടെ ആലോചനയൊന്നും മുടക്കാൻ പോകുന്നില്ല, പക്ഷെ എനിക്ക് അവന്തികേനെ ഈ രീതി കാണാനായിട്ട് സാധിക്കില്ല. എൻ്റെ ഭാര്യ എന്ന നിലയിൽ അവളെ ഞാൻ സഹോദരിയായിട്ട് കണ്ടിരിക്കുന്നത്, പിന്നെ അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഇനിയിപ്പം എനിക്ക് എന്തൊക്കെ വന്നാലും ശരി, തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒരു കല്യാണം വേണ്ട. അതും പറഞ്ഞ അനി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പം മുത്തശ്ശി പറഞ്ഞു, ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും? മുത്തശ്ശൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ, പിള്ളേരുടെ ഇഷ്ടാനിഷ്ടങ്ങളല്ലേ, നമ്മൾ അതിനൊപ്പം നിന്നില്ലെങ്കിൽ. മുത്തശ്ശി പറഞ്ഞു, അല്ല അതിനൊപ്പം നിൽക്കണമെന്ന് ഞാൻ പറയില്ല, ഇപ്പൊ ഇഷ്ടമില്ലെങ്കിൽ പോലും കല്യാണം കഴിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോഴത്തേനും ഇഷ്ടപ്പെടുന്നവർ എത്രയോ പേരുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കല്യാണം നടത്തുന്നതല്ലേ നല്ലത്. ഇനിയിപ്പോ അവന്റെ മനസ്സിൽ നന്ദു ആണെങ്കിലോ അത് നടക്കില്ലാത്ത ബന്ധമല്ലേ, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് വെറുതെ സമയം കളയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ മുത്തശ്ശനോട് പറഞ്ഞു. മുത്തശ്ശനും തോന്നിയാൽ ശരിയാന്ന്, പക്ഷെ അനിക്ക് സമ്മതമല്ലാത്ത നിലയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അവർക്കും അറിയണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അനി നന്ദുവിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നന്ദുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നന്ദു പറഞ്ഞു, എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു അവൾക്ക് നിന്നോടൊരു ഇഷ്ടമുണ്ടെന്ന്. കാരണം ഞാൻ എടുത്ത ഡ്രസ്സ് അന്ന് നീ ഇട്ടുകൊണ്ട് വന്നില്ലല്ലോ, അന്ന് പകരം അവള് എടുത്തുന്ന ഡ്രസ്സല്ലേ നീ ഇട്ടുകൊണ്ട് വന്നേ. നിനക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു തരുന്നു, പിന്നെ നിന്റെ കാര്യത്തിൽ കൂടുതൽ കെയറിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. എടി അവൾ എന്തൊക്കെ കെയറിങ് കാണിച്ചെന്ന് പറഞ്ഞാലും എൻ്റെ ജീവിതത്തിലേക്ക് അവൾ വരാൻ പോകുന്നില്ല. എടാ നിന്റെ വീട്ടുകാർക്കൊക്കെ സമ്മതമായ സ്ഥിതിക്ക്, സമ്മതമായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ വിവാഹം കഴിക്കണം എന്നാണ് നീ പറയണേ? ഒരിക്കലും ഇല്ല, നിനക്കറിയാലോ. ആ അവളുടെ സ്വഭാവത്തെ കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്ന. നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പച്ചി അബി അവരെന്ത് പറയുന്നോ അവരോടൊപ്പം നിൽക്കുന്നവളാ. ഇപ്പോഴല്ലേ അവൾക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നേ. ഇപ്പൊ അവളുടെ സ്വഭാവത്തിൽ കുറെ മാറ്റമൊക്കെ ഉണ്ട്, അവൾ നല്ല കുട്ടിയായിട്ടുണ്ട്. എന്നാലും അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരും തോന്നുന്നുണ്ടോ നിനക്ക്? ഒരിക്കലും ഇല്ല. നീ ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇരിക്കുവായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. ഞാൻ സ്ട്രോങ്ങോ? പിന്നല്ലാതെ. വീട്ടുകാർക്ക് സമ്മതമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് എങ്ങോട്ടേലും പോവാന്ന്. എടാ നീ അങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ? പിന്നെ പോയിട്ട് കുറച്ചാൾ കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു. പിന്നെ അപ്പോഴത്തേക്കും എല്ലാവരും എല്ലാം മറക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നും ഇല്ല. എടാ എന്നെ കൊണ്ട് അതിന് സാധിക്കില്ല, നിനക്കറിയാലോ. എൻ്റെ വീട്ടുകാരെ വേദനിപ്പിച്ചിട്ട് എനിക്കങ്ങനെ ഇറങ്ങി വരാൻ പറ്റില്ല. എടി നീ ഇപ്പം ഇത് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ തോന്നുന്നത് എന്താണെന്നറിയാമോ? അനാമിയായിട്ടുള്ള ഡിവോഴ്സ് നീണ്ടു പോകണമെന്ന്. അങ്ങനെ നീണ്ടു പോവാണെങ്കിൽ കല്യാണക്കാര്യത്തെക്കുറിച്ച് ആരും പറയത്തില്ലല്ലോ. നന്ദു പറഞ്ഞു, ആ കാര്യങ്ങളൊക്കെ ഓക്കെയാ, പക്ഷെ എന്നാലും ഒരെന്നാലും ഇല്ലടി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും അവന്തിക വരത്തില്ല. ഇനിയിപ്പോൾ അത് ഏത് സാഹചര്യത്തിൽ കൂടി ആണെങ്കിലും എനിക്ക് അവളെ അങ്ങനെ കാണാനും കഴിയില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ട്, നീ മാത്രമായിരിക്കും. നിനക്കറിയാലോ ഞാൻ തകർന്ന് തരിപ്പണമായി പോയവനാ. അവിടുന്ന് ഞാൻ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അത് നീ കാരണം മാത്രമാണ്. നീ എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇന്നിങ്ങനെ കാണത്തില്ലായിരുന്നു.
പലപ്പോഴും എന്തൊക്കെ ആലോചിച്ച് കൂട്ടിയിട്ടുണ്ടെന്നറിയോ? അവിടെ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടു വന്ന. അതുകൊണ്ടാണ് ഞാൻ പറയണേ, എന്റെ ജീവിതത്തിൽ നീ ഉണ്ടാവണം. നീ ഒന്ന് സമ്മതിക്കുമായിരുന്നെങ്കിൽ. അനി, ഞാൻ പറഞ്ഞല്ലോ, എന്റെ വീട്ടുകാരുടെ സമ്മതം ആയിക്കോട്ടെ, ഞാൻ കാത്തിരുന്നോളാം. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അവസാനം വന്നു കഴിയുമ്പോൾ ഞാൻ നീയും തമ്മിൽ ഒന്നാവണം. അത് മാത്രമേ സംഭവിക്കാൻ പാടുള്ളൂ. അല്ലാതെ വേറെ ആളുടെ കഴുത്തെ താലി ആർത്താനായിട്ട് ഞാൻ ഒരിക്കലും ഒരുക്കുമല്ല. ഇനിയിപ്പം നിനക്കും ആലോചനകളും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും എന്താന്ന് വെച്ചാൽ നീയും ചെയ്തോണം. എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് അനിയുടെ ഫോൺ ബില്ലടിക്കുന്നത്. നവീനാണ്. ദേ അടുത്തവൻ വിളിക്കുന്നു. ഓ, ഒരു സ്വസ്ഥതയോ സമാധാനം ഇല്ലാതിരിക്കുന്ന സമയത്താ. ആരാ എന്ന് നന്ദു. അത് അവനന്നി. ആ നവീന്. നവീനുണ്ടാണ് പിന്നെ കോൾ എടുത്ത് എന്ത് സംസാരിക്കാനായിട്ട്? അവൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. നവീനുണ്ട് എന്ത് തെറ്റിയെന്നാ ഇനി? അത് അവൻ ആ അവന്തിക വിവാഹം കഴിക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു? ഒരിക്കലും ഇല്ല. അവനെങ്ങനെയാ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറായല്ലോ. അത് പിന്നെ നിന്നെ പോലെ തന്നെയല്ലേ നവീനേണ്ണും അവന്തിക ഇഷ്ടമില്ല. അത് മാത്രമാണോ? നവീനേണ്ണ മനസ്സിൽ വേറൊരു പെൺകുട്ടിയുണ്ട്. എന്നെ പോലെ ഒരു പോലീസ് ഓഫീസർ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നവീനേണ്ണ വേറൊരാളെ സ്നേഹിക്കാൻ സാധിക്കില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ല, നവീനേണ്ണ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. വീണ്ടും അവൻ വിളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. കോൾ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കോൾ എടുത്ത് കഴിഞ്ഞപ്പോൾ നവീൻ പറഞ്ഞു, അത്യാവശ്യമായിട്ട് അനിയെ കാണണമെന്ന്. കോൾ കട്ട് ചെയ്തിട്ട് അനി പറഞ്ഞു, അവന് പെട്ടെന്ന് തന്നെ കാണണമെന്ന് പറഞ്ഞ്, ഞാനൊന്ന് ചെല്ലട്ടെ. ശരി ശരി, നീ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അനി നവീനെ കാണാനായിട്ട് ചെന്നു. അങ്ങനെ നവീനെ കാണാൻ ചെന്നപ്പോഴത്തേനും നവീന് ഷെയ്ക്കാൻ്റെ കൊടുത്ത് കൺഗ്രാസ് പറയണം. അപ്പോഴേക്കും അനി ചോദിച്ചു, എന്താടാ നിനക്ക് പാർട്ടി വന്നുകൊണ്ടാണോ? കൃത്യസമയത്ത് എനിക്ക് അവിടെ എത്താൻ പറ്റിയില്ല. എടാ, അതിനൊന്നും അല്ല, പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല ഈ കൺഗ്രാസ്. എന്താന്ന് വെച്ചാൽ നിന്റെ കല്യാണം അല്ലേ അവന്തികയായിട്ടുള്ളേ, അപ്പൊ അതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പൊ നീ പറഞ്ഞു ഈ കാര്യങ്ങള്? അത് പിന്നെ നിന്റെ മുത്തശ്ശൻ വിളിച്ചിട്ട് എന്റെ മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ്. അവന്തിക നല്ല കുട്ടിയാ, നീ അവളും തമ്മിലുള്ള വിവാഹം നടക്കണം. അപ്പോഴേക്കും എനിക്ക് ദേഷ്യം വന്നു. അവന്തിക നല്ല കുട്ടിയാണെങ്കിൽ പിന്നെ നിനക്ക് കല്യാണം കഴിച്ചാൽ പോരായിരുന്നോ? നീ എന്തിനാ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നേ? എടാ, അതിന് എനിക്ക് അവളോട് അങ്ങനെ ഒരു ഇഷ്ടമില്ലല്ലോ. പിന്നെ ഇഷ്ടമില്ല. ഒരു കാര്യം ഞാൻ പറയാം നവീനെ, എനിക്ക് എന്താണല്ലോ അവളെ അങ്ങനെ കാണാൻ പറ്റില്ല. എടാ, നിന്റെ മുറപ്പെണ്ണല്ലേ, ഏത് മുറപ്പെണ്ണാണെങ്കിലും ശരി. ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാവോ? ഡിവോഴ്സ് വേണ്ടെന്നാ. ഡിവോഴ്സ് ഇല്ലാതിരിക്കുവാണെങ്കിൽ കുറച്ച് നാളും കൂടെ ബന്ധം അങ്ങനെ മുന്നോട്ട് പോലോ. ബന്ധം മുന്നോട്ട് പോകുന്നോണ്ട് വേറെ വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റില്ല. അത് കേട്ട് കഴിഞ്ഞപ്പം നവീൻ ഇങ്ങനെ ആലോചിച്ചു, എടാ നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് അറിയാടാ. നന്ദുവിനെ വിവാഹം കഴിക്കാനല്ലേ, അത് ഈ ജന്മത്തിൽ നടക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ നവീൻ മനസ്സിലാലോചിക്കുവാണ്. അപ്പോഴേക്കും അനി പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യുക, പെട്ടെന്നൊന്നും എനിക്ക് ഡിവോഴ്സ് മേടിച്ച് തരണ്ട. എടാ, അപ്പൊ നീയല്ലേ പറഞ്ഞത് നിനക്ക് പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് വേണമെന്ന്? എടാ, അത് ഞാൻ നേരത്തെ പറഞ്ഞു, അനാമികമായിട്ട് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് മേടിച്ചു തരണമെന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് വേണ്ടാന്ന്. എടാ, അതിന് നിന്റെ വീട്ടുകാർക്കൊക്കെ സമ്മതമല്ലേ? നീയും അവന്റെയും തമ്മിൽ ഒന്നാവുന്നേ. എടാ, അവർക്ക് എല്ലാവർക്കും സമ്മതമാ, പക്ഷെ അവരല്ലല്ലോ കല്യാണം കഴിക്കുന്ന ആളും ഞാനല്ലേ. എന്റെ മുത്തശ്ശന് എല്ലാ കാര്യത്തിലും നിർബന്ധിക്കും. പക്ഷെ ഈ മുത്തശ്ശൻ ഈ കാര്യത്തിൽ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണെങ്കിലും സമ്മതിക്കാൻ പോകുന്നില്ല. മുത്തശ്ശൻ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അനുസരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനെനിക്ക് പിടികൊടുക്കാൻ പറ്റില്ല. കാരണം ഇതെന്റെ ജീവിത പ്രശ്നമാണ്. ഇനി എന്താണെങ്കിലും ഒരു കുരുക്കിലേക്ക് വീഴാൻ ഞാൻ ഒരുക്കമല്ല. ഇതിനു മുമ്പ് ഞാൻ ഒന്ന് വീണു, അതിൽ ഞാൻ ഇതുവരായിട്ട് മോചിതനായിട്ട് വന്നിട്ടില്ല. അപ്പൊ പിന്നെ അടുത്ത കുരുക്കൂടെ എന്നെ കൊണ്ട് പറ്റില്ലടാ. നവീൻ പറഞ്ഞു, എടാ നീ ഇങ്ങനെ പറഞ്ഞാലോ, അതെങ്ങനെ ശരിയാന്നേ? നീ നന്ദുവിനോട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചോ? എന്തിന്? ഞാൻ അവളോട് എന്താ പറയണേ? അല്ല, ഞാൻ കരുതി നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, ഫ്രണ്ടൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും ഞാൻ അവളോട് പറഞ്ഞില്ല. അങ്ങനെയാണ് അനി പറയണേ. പറഞ്ഞെന്ന് കാര്യം പറയാൻ പറ്റുമല്ലോ. പിന്നെ ഇനിയിപ്പോൾ ആരൊക്കെ വന്നു പറഞ്ഞാലും ഞാനും അവളും തമ്മിൽ വിവാഹം കഴിക്കില്ല. എടാ, അങ്ങനെ ഉറപ്പിച്ച് പറയല്ലേ. നിനക്ക് എന്താണെങ്കിലും ചേരുന്ന പെൺകുട്ടി അവളെന്ന എന്റെ കണക്കൂട്ടല്. എടാ, അത്രയ്ക്ക് നിനക്ക് ബുദ്ധിമുട്ടാണ്, നീ ഒരു കാര്യം ചെയ്യുക, നീ തന്നെ പോയി കഴിച്ചോടാ നവീനെ. എടാ, എന്റെ മനസ്സിൽ വേറൊരു പെൺകുട്ടി ഉണ്ടല്ലോ, നന്ദു ഉണ്ടല്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാ ഞാൻ അവളെ വിവാഹം കഴിക്കുന്നേ? അത് കേട്ടപ്പോ എനിക്ക് നല്ല ദേഷ്യം വന്നു. അതിന് രൂക്ഷമായിട്ടൊന്ന് അവനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ ആരൊക്കെ പറഞ്ഞു പറഞ്ഞാലും അവളുടെ കഴുത്തിൽ ഞാൻ താലി അർത്താൻ പോകുന്നില്ല. അതിന് മാറ്റം ഉണ്ടാകത്തില്ല നവീനെ. അതൊക്കെ പറഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ടാണ് അനി അങ്ങോട്ട് പോകുന്നത്. നവീന് മനസ്സിലായി അവൻ കല്യാണം കഴിക്കാൻ പോകുന്നില്ലെന്ന്. പക്ഷെ എന്നാലും അതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ. അവൻ അവന്തിയെ കല്യാണം കഴിക്കുവാണെങ്കിൽ തന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായി. പിന്നെ തനിക്ക് ശത്രുക്കളൊന്നുമില്ല. അവളുടെ കഴുത്തിൽ ധൈര്യപൂർവ്വം താലി അർത്ത എന്നൊക്കെയാണ് ചിന്തയായിരുന്നു നവീന്റെ മനസ്സിൽ. ഇതേ സമയത്ത് ആദർശ് നാഗേന്ദ്രന്റെ ഫോട്ടോയ്ക്ക് ഇടുന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനുമാണ് നയന വരുന്നത്. നയനെ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു, ഇത് കണ്ടില്ലേ, ഇയാളാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ശത്രു. ഏഞ്ചുരുടെ പിന്നിൽ നിന്ന് കളിക്കുന്ന ഇയാളാന്നാ തോന്നിയെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ
നയന പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇയാളെ കുറിച്ചുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ അബിക്ക് അറിയായിരിക്കുമല്ലോ. അറിയായിരിക്കും. ചിലപ്പം ഈ പറയുന്ന ഡേവിഡിന്റെ പിന്നിൽ ഇയാളുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അബിക്ക് അറിയായിരിക്കും. അബി അയാൾ തമ്മിൽ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ശരിയാണ്. പിന്നെ നിന്റെ ചേച്ചി ഏൻ ജ്വല്ലറിക്കാരോടൊപ്പം നിൽക്കുമല്ലേ? ചിലപ്പോൾ രഹസ്യങ്ങളൊക്കെ ചോർത്താൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയണേ ഇടയ്ക്ക് ഇവിടെ വരുന്ന സമയത്ത് മൈൻഡ് ചെയ്യല്ലെന്ന്. അത് പിന്നെ ചേച്ചി അങ്ങനെയൊക്കെ ചെയ്യുവോന്നോ? നിനക്കറിയാവുന്നതല്ലേ നിന്റെ ചേച്ചിയുടെ സ്വഭാവം. എത്ര പറഞ്ഞാലും തലയിൽ കയറുവോ? അവൾക്ക് നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തല്ലേ അബിയുടെ സ്വഭാവത്തെക്കുറിച്ച്. എന്നിട്ടോ അവള് പുല്ല് വില കൽപ്പിച്ചോ? നിന്നെ അതേലെ നിന്റെ വീട്ടുകാരൻ തള്ളിക്കളയല്ലേ ചെയ്തത്. ഒടുവിൽ എന്തായി? അതാ പറഞ്ഞത്, ആരെയും കണ്ണടച്ച് ഒരു കാരണവശാലും വിശ്വസിക്കില്ലെന്ന്. പിന്നെ ഇതിന്റെ പിന്നിൽ ഇയാളാണെങ്കിൽ ഇയാളെ നമുക്ക് പുറത്തു കൊണ്ടുവന്നേ മതിയാവുള്ളൂ. എത്രയും പെട്ടെന്ന് സത്യങ്ങളൊക്കെ കണ്ടെത്തണം. ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അറിയാലോ, ഇപ്പൊ തന്നെയാണെങ്കിലും മുത്തശ്ശന് എല്ലാവരും നല്ല ടെൻഷന് പുറത്താ. മൂർത്തി ജില്ലർ ഒന്നാമത് എത്തിക്കഴിഞ്ഞാലോ ആ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറുള്ളൂ. നയന പറഞ്ഞു അതൊക്കെ അറിയാം ആദർശേട്ടാ. പക്ഷേങ്കിൽ ഇയാളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാല് ആദ്യത്തെ റിസ്ക് ഉള്ള കാര്യമാണ്. നമ്മൾ റിസ്ക് ഏറ്റെടുത്തിട്ടല്ലേ കാര്യമുള്ളൂ. ഇതിന്റെ പിന്നിൽ ഇറങ്ങി തിരിച്ചു. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ തന്നെ എന്റെ തീരുമാനം. അതിനൊരു മാറ്റം വരത്തില്ല. പിന്നെ നിന്റെ ചേച്ചി എല്ലാത്തിനും അവളും കൂടെ കൂട്ടു നിൽക്കില്ലോ എന്ന് ഓർത്തിട്ടാ. അവസാനം വന്നു കഴിയുമ്പം അവളും തകർന്ന് തരിപ്പണായി പോവും. അവൾക്കാണെങ്കിൽ മാറാൻ കുറെ സമയം ഉണ്ടായിരുന്നു. പക്ഷെ അവള് മാറാൻ കൂട്ടാക്കിയിട്ടില്ല. ഇനിയിപ്പം നമ്മളാരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവളുടെ ഇഷ്ടം എന്താണെന്ന് ചെയ്യട്ടെ. എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. നല്ല സങ്കടം ഉണ്ടായിരുന്നു നബിയുടെ കാര്യം ഓർത്തിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നന്ദുവിനെ കാണാനായിട്ട് അനിയെന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ബീച്ച് വെച്ച് കണ്ടുമുട്ടി സംസാരിക്കണ സമയത്ത് അനി പറഞ്ഞു എനിക്കിനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് ആ പടം ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. എല്ലാവരും കൂടെ അവന്തിയെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. അത് ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. നന്ദു പറഞ്ഞു എടാ ഇനിയിപ്പം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്താലോ? ഈ സൺഡേ ഒരു ട്രിപ്പ് പോയാലോ? ട്രിപ്പ് പോകാനോ? എവിടേക്ക്? എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോവാം. എടാ അതൊന്നും നടക്കുന്ന കാര്യമല്ല. എടി നിനക്ക് സൺഡേ ഡ്യൂട്ടി ഉള്ളതല്ലേ? പോലീസുകാർക്ക് സൺഡേ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യുക, ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുക. എടാ അതൊക്കെ ശരിയാവുന്ന കാര്യമാണോ? വീട്ടുകാരെയൊക്കെ വെറുപ്പിച്ചിട്ട് എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഒരിടത്തും ആരും അറിയാനൊന്നും പോകുന്നില്ല. എടാ അതെനിക്കൊരു പേടിയുള്ള കാര്യമാണ്. എടി ഇങ്ങനെ പേടിച്ചോണ്ടിരുന്ന ഒന്നും നടക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജോലി ഭാരത്തിൽ നിന്ന് ഒഴിവായി ഒരു ട്രിപ്പൊക്കെ പോകണ്ടേ? അല്ലാതെ എപ്പോഴും ജോലി എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? എനിക്ക് തന്നെയാണെങ്കിലും കമ്പനി നല്ല പ്രഷറും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നിന്റെ ജോലി. പിന്നെ ഇടയ്ക്ക് ഒരു ദിവസം നമ്മളൊന്ന് ഔട്ടിങ്ങിന് പോകുന്നതൊക്കെ നല്ല കാര്യം തന്നെയാ. പിന്നെ ഇപ്പോഴത്തെ ഈ മൈൻഡിൽ നിന്ന് റിലാക്സ് ചെയ്യാനായിട്ട് അത് ഏറ്റവും ഉപകാരപ്രദമാകുകയും ചെയ്യും. ആ സമയം നന്ദു പറഞ്ഞു എടാ നിനക്ക് അങ്ങനെയൊക്കെ അറിയാലോ. എന്റെ നിന്റെ വീട്ടുകാരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എടി അതൊന്നും അറിയാൻ പോകുന്നില്ല. ഈ സമയത്ത് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ ഇങ്ങനെ ഇവരെ തന്നെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ നന്ദു അനി അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവരതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. നന്ദു പറഞ്ഞു പിന്നെ ഒരു കാര്യമുണ്ട്. പോകുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേങ്കിൽ കൃത്യസമയത്ത് തന്നെ പതിവ് പോലെ നിന്റെ ആ ഊടായ്പ സ്വഭാവം കാണിച്ചേക്കല്ലേ വരൂന്ന് പറഞ്ഞു പറ്റിച്ചുണ്ടല്ലോ. ഞാൻ വരൂടി, ഉറപ്പായിട്ടും വരും. ഇനി മാറ്റമില്ല. അങ്ങനെയാണ് എനിക്ക് കുഴപ്പമില്ല. അല്ലാതെ നീ സ്ഥിരം എന്നെ പറ്റിക്കാറുണ്ടല്ലോ. വരാന്ന് പറഞ്ഞിട്ട് ഒരിടത്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇടി എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇത്തവണ ഞാൻ വരും. അങ്ങനെയാണെ പ്രശ്നമില്ല. അല്ലാതെ കാലി വാരാനാ എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ വരാതിരിക്കുവാണെങ്കിൽ എന്റെ സ്വഭാവം നീ ശരിക്കും അറിയൂന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, നീ ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് സൺഡേ പോകാം. അങ്ങനെ അവർ ആ കാര്യത്തിൽ ഫിക്സ് ആക്കിയിട്ടാണ് പിരിയുന്നത്. ഇതേ സമയം ദേവേനയും മുത്തശ്ശിയും കൂടെ നയനയെ കാണാൻ വന്നു. അനിയുടെ അവധിയുടെ കല്യാണക്കാര്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. ദേവേനി പറഞ്ഞു അവൻ ഇതുവരെയായിട്ടും യെസ് പറഞ്ഞിട്ടില്ല. അവന്റെ മനസ്സിൽ ഇപ്പോഴും നന്ദുവാന്ന് തോന്നേ. നയന പറഞ്ഞു അതെനിക്കും തോന്നുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ആ ബന്ധം നടക്കില്ലല്ലോ അമ്മേ. അത് നടക്കാൻ പാടില്ലാത്ത ബന്ധമാണ്. അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അതിന് സമ്മതിക്കില്ല. അത് മാത്രമല്ല ഇളയമ്മ സമ്മതിക്കുന്നുണ്ടോ? ഒരിക്കലും സമ്മതിക്കില്ല. മുത്തശ്ശി പറഞ്ഞു അവനോട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവനിപ്പോ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക. അവന്തികയാണെങ്കിൽ അവന് ചേരുന്ന നല്ലൊരു കുട്ടിയായിരുന്നു. അവന്തികയുടെ കല്യാണം നവീനുമായിട്ട് മുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവളുടെ മനസ്സിൽ ഏറ്റവും നല്ല ബന്ധം വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ അനിയും കൂടെ ആകുമ്പോൾ ഒന്നുകൊണ്ടും അവൾക്ക് അടുത്തറിയാവുന്ന ചെറുപ്പക്കാരനല്ലേ. ദേവേനി പറഞ്ഞു അതൊക്കെ ശരിയാമ്മേ. പക്ഷേങ്കിൽ അവ സമ്മതം പറഞ്ഞിട്ടില്ല എതിരായിട്ടും. അവനെ എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിക്കണം. നയന പറഞ്ഞു അവനോട് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അങ്ങനെ അവളെ കാണാൻ പറ്റില്ലെന്നൊക്കെ പറയണേ. പക്ഷെ നന്ദുവായിട്ട് ഒരു ബന്ധം, അതായിരിക്കും അവന്റെ മനസ്സിൽ ചിലപ്പോൾ അവന്റെ ആഗ്രഹം. അത് നടക്കാൻ പോകുന്ന കാര്യമല്ലല്ലോ അമ്മേ. ദേവേനെ പറഞ്ഞു ഇനിയിപ്പം എന്ത് ചെയ്യും മോളെ നമ്മള്? മുത്തശ്ശി പറഞ്ഞു കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ ആയിരിക്കും. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആയിക്കോളും. അവർ നമ്മൾ ഒന്നിച്ച് നല്ലൊരു ജീവിതം ഉണ്ടാവും.
നയന പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു മുഹൂർത്തത്തിൽ അവരുടെ എൻഗേജ്മെന്റും കല്യാണവും ഒക്കെ നടത്താം നമുക്ക്. ദേവേനി പറഞ്ഞ ഡിവോഴ്സ് കിട്ടണ്ടേ? അല്ല, മുത്തശ്ശൻ പറഞ്ഞ എൻഗേജ്മെന്റ് നടത്തി വെക്കാന്നല്ലേ പറഞ്ഞേ, അതിനുശേഷം ഡിവോഴ്സ് കിട്ടിയതിന് ശേഷം കല്യാണം, അപ്പൊ പ്രശ്നമില്ലല്ലോ. മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശൻ ഇതുവരെയായിട്ടും ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടില്ല. അല്ല, നന്ദുവിനും എനിക്കും തമ്മിൽ ഇഷ്ടമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മോളുടെ വീട്ടിലേക്ക് ആദ്യം പോവുകയല്ലേ ചെയ്ത് അദ്ദേഹം. പോയി അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. പക്ഷെ അവർക്ക് താല്പര്യമില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അനിയോട് കാര്യങ്ങൾ പറഞ്ഞ് ഇനി നന്ദുവിനെ കാണാനോ സംസാരിക്കാനോ ഒന്നും പോവരെന്ന്. വെറുതെ ഒരു പ്രതീക്ഷ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ കുറച്ച് നാളത്തിന് വലിയ കുഴപ്പമില്ലാന്ന് തോന്നേ. പക്ഷെ വീണ്ടും ഇപ്പം അവന്റെ മനസ്സിൽ അവള് മാത്രമാണെന്ന് തോന്നേ. അതെങ്ങനെ ആദ്യമായിട്ട് സ്നേഹിച്ച പെൺകുട്ടിയല്ലേ, അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാ നന്ദുവിന്റെ കാര്യം. ആദ്യമായിട്ട് സ്നേഹിച്ച പുരുഷനെ മറക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇതിനകത്തൊന്നും പറയാൻ പറ്റില്ല. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാ, കല്യാണം നടത്താൻ വേണ്ടിയിട്ട് എല്ലാവരും മാക്സിമം ശ്രമിക്കും. എനിക്ക് നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് അവന്തിക വല്ലാത്ത ടെൻഷൻ നിൽക്കുമ്പോഴത്തേനും അഭി അങ്ങോട്ട് വന്നു. അഭി വന്നിട്ട് പറഞ്ഞു ഇപ്പോഴും ആ നന്ദു അനിയും തമ്മിൽ കാണുന്നുണ്ട്, അവിടെ സംസാരിക്കുന്നുണ്ട്. നീയുമായിട്ടൊക്കെയുള്ള കല്യാണം അത് ഉറപ്പിക്കാമെന്നും മറ്റും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ ചിലപ്പോൾ ഒളിച്ചോടാനും സാധ്യതയുണ്ട്. അപ്പോഴേക്കും അവധി വെച്ച് ഇനി ഞാൻ എന്ത് ചെയ്യും അഭിയേട്ടാ, എന്ത് ചെയ്യാനാ? അങ്ങനെ വെറുതെ വിടുവോ? നീ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ഞങ്ങൾ നേടിത്തരണ്ടേ? അല്ലെ ഇപ്പൊ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് എന്താവാനാ? ഞാനും അച്ഛനും ഒക്കെ അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാ. ആ നന്ദു എന്ന് പറയുന്നവളെ അവളെ തീർക്കണം. അവളെ തീർത്തിട്ടാണ് ശരി നീയും അനിയും കൂടെ ഒന്നാവണം. അതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അല്ല അനിയേട്ടാ, അതൊക്കെ നടക്കുന്ന അഭിയേട്ടാ, അതൊക്കെ നടക്കുന്ന കാര്യമാണോ? നടക്കുന്ന കാര്യമാണോന്നോ? അത്രയൊക്കെ നടത്തി തരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാടി? നീ ധൈര്യമായിട്ടിരിക്കുക, അനിയുമായിട്ടുള്ള നിന്റെ വിവാഹം ഞങ്ങൾ നടത്തും എന്നൊക്കെ അവന്തിക്ക് വാക്ക് കൊടുക്കുകയാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി കഥകളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.